ഒറ്റ കാര്യം കൂടി, നേരത്തെ ഫ്രാൻസിസ് മുസ്ലിം ലീഗിനെ കോട്ട് ചെയ്ത ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ ദുരന്തം ഉണ്ടായി സർക്കാർ അടിയന്തര ധനസഹായം കൊടുക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന സർക്കാർ ലിസ്റ്റിലെ മുഴുവൻ കുടുംബങ്ങൾക്കും 15,000 രൂപ ബൈ ക്യാഷായി കൈ കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ വാഹനങ്ങൾ നഷ്ടപ്പെട്ട 4 പേർക്ക് ജീപ്പ് വാങ്ങിക്കൊടുത്ത പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. അത് CPM എന്നല്ല, ഫ്രാൻസിസ് രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് തന്നെ പറയാം. അവിടെ ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട ഇവിടെ നിൽക്കുന്ന അശോകേട്ടൻ അടക്കം പറയണ്ട എന്ന് കരുതുക, അവർക്ക് ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്ത പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. മുസ്ലിം ലീഗ് ഭൂമി എടുത്തിട്ടുണ്ടെങ്കിൽ, മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് അവിടെ വരും ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി, ഞങ്ങൾ രാഷ്ട്രീയമായി പറഞ്ഞതുകൊണ്ട് അവിടെ മുസ്ലിം ലീഗിന് ആദ്യമായി ഇവര് ഒരു പ്രതിപക്ഷത്തെ ആദ്യമായി എതിർക്കുന്നത് എവിടെയാ? ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത, സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം കൊടുത്ത ആ ഊട്ടുപുര 4-ാം ദിവസം പൂട്ടിച്ചത് ആരാണ്? അവിടെ വൈറ്റ്കാടിന്റെ ഭക്ഷണപുര ആരാണ് പൂട്ടിച്ചത്? അത് കഴിഞ്ഞ് ക്രൗഡ് ഫണ്ടിങ് നടത്താൻ തുടങ്ങിയപ്പോ ആ ഫണ്ടിങ്ങിനെതിരെ കോടതിയിൽ പോയി അവസാനം കോടതി 25,000 രൂപ ഫൈൻ ഇട്ടത് ആർക്കെതിരെയാണ്? ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കൊക്കെ മുസ്ലിം ലീഗ് അതിൻ്റെതായ CPM നടത്തിയ പങ്കെന്താണെന്നുള്ളത് നാട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘങ്ങൾക്കും ഉത്തരവാദിത്വം ഉണ്ടെന്നേ. ഞാൻ തിരികെ മറുപടി കേൾക്കാൻ ഇടവേളയ്ക്ക് ശേഷം